കോഴിക്കോട് നഗരത്തിലെ പഴയ പാളയം മാർക്കറ്റിൽ പച്ചക്കറിക്കും ചരക്കുകൾക്കും വിലപേശുന്നത് പതിവ് ശബ്ദങ്ങളാണ്. എന്നാൽ പാളയം ചന്തയ്ക്ക് പിറകിലായി 25 വയസ്സുള്ള ആമിന വിലപേശുന്നത് സ്വന്തം കുഞ്ഞിനെ വിൽക്കാനാണ്. ആമിനയുടെ 11 മാസം പ്രായമുള്ള മകൾ അസ്നയെ പോലുള്ള കുട്ടികളെ ഒരു ഇടനിലക്കാരന്റെ സഹായത്തോടെ 5000 മുതൽ 10000 വരെ രൂപയ്ക്ക് ആർക്കും വാങ്ങാൻ കഴിയും. സംഭവം അവളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു 5000 കുട്ടീനെ അങ്ങോട്ട് കൊടുക്കുക. 5000 അത് വേണം. പക്ഷെ കാശ് എന്തെങ്കിലും കുറയ്ക്കാൻ പറയണേ. കുറച്ചില്ല വേണേ, അത് കുറച്ചില്ല. ഓള് കൊടുക്കുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ 10,000 ഉറപ്പിച്ചാണ് ഒരു കുട്ടീനെ കൊടുത്ത്, എത്രയും കൂടി ഇല്ല. ഇങ്ങനെ വിൽക്കപ്പെടുന്നവരിൽ പെൺകുട്ടികളാണ് കൂടുതലും. വാങ്ങുന്നവർ കുട്ടികളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുവെന്നോ എങ്ങനെ വളർത്തുന്നുവെന്നോ ഈ അമ്മമാർക്കറിയില്ല. ഗൾഫുകാരായ ചിലർ 25,000 രൂപ വരെ മുടക്കി കുട്ടികളെ വാങ്ങാൻ തയ്യാറായി വന്നിട്ടുണ്ടെന്ന് ഇവർ പറയുന്നു. മുംബൈയിലും അന്യനാടുകളിലുമുള്ള അപരിചിതർക്ക് കുട്ടികളെ നൽകിയവരുമുണ്ട്. കുട്ടികളെ കൈമാറ്റം ചെയ്ത 6 കേസുകളെങ്കിലും തനിക്ക് നേരിട്ടറിയാമെന്ന് സ്ത്രീ ആശ്രയ കുടുംബ വികസന സമിതി മാനേജർ ശ്രീല പറയുന്നു. ഇവിടെ ഏകദേശം ഒരു 6 കുട്ടികളുടെ വിറ്റതായിട്ട് കഥകൾ ഞങ്ങൾക്കറിയാം. പക്ഷെ ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. അവർ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു എന്റെ ഇഷ്ടത്തിൽ ഞാൻ കൊടുത്തതാണ്, നിങ്ങൾക്ക് എന്താ അവകാശം? പിന്നെ അമ്മയുടെ അവകാശത്തിൽ കൂടുതലായിട്ട് ഞങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ദാരിദ്ര്യത്തോടൊപ്പം നിലവിലുള്ള ജീവിത സാഹചര്യവും മൂലമാണ് അമ്മമാർ കുട്ടികളെ വിൽക്കാൻ തയ്യാറാകുന്നത്. ഇങ്ങനെ വിലയുറപ്പിച്ച് കുട്ടികളെ വാങ്ങിക്കൊടുക്കാൻ ഇടനിലക്കാരും പ്രവർത്തിക്കുന്നു. 6 കുട്ടികളെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം എന്നോട് പറയും, ഇന്നത് ഒക്കെ എനിക്ക് കിട്ടിയതാണ്, പിന്നെ ഈ കുട്ടിക്ക് അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ മട്ടം പോലെ നിങ്ങൾ എഴുതുക. ഓളെ കൊണ്ട് താഴെ ഈ കുട്ടീനെ ഞാൻ കൊടുക്കുന്നതാണ്, ഈ കുട്ടിക്ക് എനിക്കും യാതൊരു അവകാശമില്ല എന്ന് പറഞ്ഞിട്ട് താഴത്തെ എഴുതി വാങ്ങുക, ഒപ്പും വെപ്പിച്ച. അത് തന്നെ. കേരളത്തിന്റെ സാമൂഹ്യ വികസന സൂചിക പിറകോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് ഈ കച്ചവടം തെളിയിക്കുന്നു. പലവട്ടം വിവരമറിഞ്ഞിട്ടും പോലീസും ഈ നാടുകടത്തൽ തടയാൻ ഒരു നടപടിയും എടുക്കുന്നില്ല. അനുപമ, ഇന്ത്യ വിഷൻ, കോഴിക്കോട്.